ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു തആല ഒരു തെറ്റിന് ഒരു അനുഗ്രഹം വെച്ച് എടുത്തിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നുവെന്ന്. ഓരോ തെറ്റിനും അല്ലാഹു തആല കണ്ണിന്റെ കാഴ്ച ഇല്ലാതാക്കിയിരുന്നെങ്കിൽ, ചെവിയുടെ കേൾവി ശക്തി ഇല്ലാതാക്കിയിരുന്നെങ്കിൽ, നാവിന്റെ സംസാരശേഷി ഇല്ലാതാക്കിയിരുന്നെങ്കിൽ, ഇത്തരത്തിലുള്ള എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം അല്ലാഹു തആല ഓരോ തെറ്റിന്റെ പേരിലും ഇല്ലാതാക്കിയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ശരീരത്തിൽ എത്ര അവയവങ്ങൾ പ്രവർത്തിക്കുമായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്ന കാര്യമുണ്ട്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. യാ ഇബാദി, ഇബാദി എൻ്റെ അടിമകളെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിളിക്കുന്നത്. അത്രയും സ്നേഹം കൊണ്ടാണ് വിളിക്കുന്നത്. എൻ്റെ അടിമകളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ എത്രയോ തെറ്റുകൾ ചെയ്താലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്, അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ മുഴുവൻ തെറ്റുകളും പൊറുക്കുന്നവനാണ്. ഇത്ര അധികം സ്നേഹത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് വിളിച്ചു പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വ ബീവിയെയും ഒരൊറ്റ തെറ്റി കൊണ്ടല്ലേ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നത്. വർഷങ്ങൾ കൊണ്ട് മലക്കുകളുടെ ഉസ്താദായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരൊറ്റ തെറ്റിന്റെ കാരണത്തിലല്ലേ അല്ലാഹു സുബ്ഹാനഹു തആല ശപിക്കുന്നത് പോലും. എന്നാൽ നമ്മളോ ചെയ്യരുത് എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ലേ? എന്നാൽ ചെയ്യ് എന്ന് പറഞ്ഞ പലതും നമ്മൾ ചെയ്യാതിരിക്കുന്നില്ലേ? ബിസ്മി ചെല്ലാതെ എത്രയോ പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഭക്ഷണത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല ബുദ്ധിമുട്ട് നൽകിയിട്ടുണ്ടോ? നമ്മുടെ ചുറ്റിനുമുള്ളവർ നമ്മോട് ഇത്ര അധികം സ്നേഹത്തിലും ബഹുമാനിക്കാനുള്ള കാരണം എന്താ? അവരുടെ മുമ്പിൽ നമ്മൾ ഇത്രയും മാന്യമാരാവാനുള്ള കാരണം എന്താ? നമ്മുടെ തെറ്റുകൾ ന്യൂനതയായി അല്ലാഹു സുബ്ഹാനഹു തആല കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടല്ലേ. എന്നാൽ ഇതേ തെറ്റുകൾ അറിയാവുന്ന റബ്ബ് തന്നെയാണ് നമ്മളെ ഇത്ര അധികം സ്നേഹിക്കുന്നത് പോലും. ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ഇലല്ലാഹി മർജിഉക്കും, അവനിലേക്ക് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മടക്കം. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.